ഇന്നലെ നമുക്കിവിടെ മഴ പെയ്തിട്ട് ബ്രാഞ്ചിൻ്റെ വെയിറ്റ് താങ്ങാതെ പൊട്ടിപ്പോയൊരു ബോഗൻവില്ല പ്ലാന്റാണിത്. ഗോൾഡൻ ജാക്ക് പോട്ട് എന്ന് പറയും ഈ ബോഗൻവില്ലയ്ക്ക്. ഇത് നമ്മൾ ഇവിടെ കണ്ടില്ലേ, പൊട്ടിയിട്ട് വിട്ടു പോന്നിട്ടില്ല, അവിടെ നിന്നൊരു പിരിഞ്ഞു പോയതുപോലെയാണുള്ളത്. നമുക്കിത് അങ്ങനെ തന്നെ കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് റാപ്പിംഗ് ടൈപ്പ് കൊണ്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. നല്ല രീതിയിൽ വലിഞ്ഞിട്ട് നിന്നോട്ടെ, എന്നാലാണ് മാത്രമാണ് ഇത് അവിടെ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. ഇത് വെട്ടി മാറ്റുന്നതിനേക്കാളും നല്ലത് ഇതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടാണ്. ബട്ട് അത് ഇത്രയും വലിയ ബ്രാഞ്ചാക്കി എടുക്കണ കുറച്ച് ചെറിയ ടൈമൊന്നും അല്ലത് വേണ്ടത്. ഇതിങ്ങനെയാകുമ്പോൾ ഇവിടെ നിൽക്കുമെങ്കിൽ ഏറ്റവും ബെറ്റർ തന്നെയല്ലേ. ഇതെങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് നമ്മളിതാ ഇവിടെ ഒരു വടി കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം. തൽക്കാലം ഇതല്ലാതെ വേറെ നിർവാഹമില്ല ഇങ്ങനെ കെട്ടി വെക്കാതെ. കാരണം വെച്ചാൽ അങ്ങനെ ഇതായിട്ടുണ്ട് ഇത് പ്ലാന്റ്. ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടി വെക്കാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അവിടെ കിടന്നോളൂ. നോക്കാം നമുക്കിത് എന്താവും എന്നുള്ളത്. കണ്ടില്ലേ, ഞാനിത് ഒരു തണലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു മരച്ചോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 10 ദിവസം ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് അപ്ഡേഷൻ ഞാൻ തരാം. അല്ലാതെ ഇതിന് എനിക്ക് വേറെ ഒരു മാർഗ്ഗം എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുക അല്ലാതെ ഇത്രയും വലിയൊരു ബ്രാഞ്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ കൊമ്പില്ല. 2 ബ്രാഞ്ച് പൊട്ടിയതാണ്, അതും പൊട്ടിയതാണ് ഇതും പൊട്ടിയതാണ്. അപ്പോൾ 2 പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, വേറെ മാർഗ്ഗമില്ലല്ലോ ഇത് ചെയ്യാൻ.